ക്യൂബ് ടി വി പ്രേക്ഷകർക്ക് വന്ദനം. ഇന്നത്തെ പ്രധാന വാർത്തകൾ: അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യം ആഗോള സുരക്ഷയും സാമ്പത്തിക മേഖലയിലും ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ്. ലോക എണ്ണ വിതരണത്തില് പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമൂസ് കടലിടുക്കില് കപ്പല് ഗതാഗതം ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് പല രാജ്യങ്ങളും പകരം മാർഗങ്ങൾ തേടുകയാണ്. ലോക വിപണിയില് ക്രൂഡ് ഓയില് വില ബാരലിന് $110 കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി പല രാജ്യങ്ങളിലും ഇന്ധനവില ഉയർന്നിരിക്കുകയാണ്. ഖത്തർക്ക് സമീപം ഒരു എണ്ണ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതോടെ ഗൾഫ് മേഖലയില് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അമേരിക്കയെയും അതിന്റെ സഖ്യരാജ്യങ്ങളെയും പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഈ സംഘർഷം പരിഹരിക്കാൻ സമാധാന ചർച്ചകൾ ആവശ്യമാണെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തർദേശീയ നാണയനിധിയും ലോകബാങ്കും നിലവിലെ സാഹചര്യം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധവും കയറ്റുമതി നിയന്ത്രണങ്ങളും കാരണം ഗോതമ്പ്, അരി പോലുള്ള അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയർന്നിരിക്കുകയാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇരുവിഭാഗങ്ങളിലും ആക്രമണങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരം 48 ടീമുകളുമായി നടത്തപ്പെടും. അമേരിക്ക, കാനഡ, മെക്സിക്കോ രാജ്യങ്ങൾ ചേർന്നാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇതിനിടെ ശാസ്ത്രരംഗത്ത് നിരവധി പ്രധാന കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ ധരിക്കാവുന്ന ഉപകരണം വികസിപ്പിച്ചിട്ടുണ്ട്. വിയർപ്പിലുള്ള ഊർജ്ജം വൈദ്യുതിയായി മാറ്റി ചെറിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിവരം. വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാവുന്ന പുതിയ തലമുറ ബാറ്ററി സാങ്കേതികവിദ്യ വികസിപ്പിച്ചിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വൈദ്യുതി സംഭരിക്കാനാകുന്നതിനാൽ ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് ഉണ്ടായ പുരോഗതി മരുന്ന് നിർമ്മാണത്തിലും വസ്തു ഗവേഷണത്തിലും പുതിയ സാധ്യതകൾ തുറന്നിരിക്കുകയാണ്. വളരെ വേഗത്തിലുള്ള ഓപ്റ്റിക്കൽ ആശയവിനിമയ സാങ്കേതികവിദ്യ വികസിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ ഇന്റർനെറ്റ് വേഗവും ഡാറ്റ കൈമാറ്റവും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. കൃത്രിമ ഗർഭപാത്ര സാങ്കേതികവിദ്യ വികസിപ്പിച്ചിരിക്കുന്നത് സന്താനലഭ്യതയില്ലാത്തവർക്ക് പുതിയ പ്രതീക്ഷയായി കാണപ്പെടുന്നു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാലം ഉപയോഗിക്കാവുന്ന പുതിയ ബാറ്ററികളും വികസിപ്പിച്ചിരിക്കുന്നു. മനുഷ്യരെപ്പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന മനുഷ്യാകൃതിയിലുള്ള റോബോട്ടുകൾ മെഡിക്കൽ ഉൽപാദന മേഖലകളിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. മസ്തിഷ്കവും കമ്പ്യൂട്ടറും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം സൃഷ്ടിക്കുന്ന സാങ്കേതികവിദ്യയും വികസിച്ചുവരുന്നു. ഇത് ശാരീരിക വൈകല്യമുള്ളവർക്ക് സഹായകരമാകും. പച്ച ഊർജ്ജവും കൃത്രിമ ബുദ്ധിയും ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകൾ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമായി. സ്കൂള് വിദ്യാർത്ഥികൾക്ക് കൃത്രിമ ബുദ്ധിയും കമ്പ്യൂട്ടേഷണൽ ചിന്തയും ഉൾപ്പെടുത്തിയ പാഠങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പൊതുതെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സഖ്യങ്ങളും സ്ഥാനാർത്ഥി പട്ടികകളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ദ്രവ്യഫ്ലേഷനും പലിശ നിരക്കുകളും സംബന്ധിച്ച് പ്രധാന ചർച്ചകൾ തുടരുകയാണ്. ഡിജിറ്റൽ സുരക്ഷയ്ക്കുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വേനൽച്ചൂട് വർദ്ധിച്ചതിനെ തുടർന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗത്തിലാക്കി. റെയിൽവേ മേഖലയിലെ പുതിയ വേഗതയേറിയ സർവീസുകൾ അവതരിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ആരോഗ്യ മേഖലയിലെ പുതിയ വൈറസ് വ്യാപനം നിരീക്ഷണത്തിലാണ്. കൃഷിക്കാർക്ക് കൂടുതൽ ധനസഹായ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുന്നു. ഇന്ത്യൻ കായിക താരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിച്ചിരിക്കുകയാണ്. പ്രധാന പാർട്ടികൾ സഖ്യ ചർച്ചകളിൽ സജീവമാണ്. തൊഴില്, വിദ്യാഭ്യാസം, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാന ചർച്ചകളായി ഉയർന്നിട്ടുണ്ട്. കേരളം, പശ്ചിമ ബംഗാള്, അസം സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷം ശക്തമായിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. തൊഴില്, വികസനം, സാമൂഹിക ക്ഷേമം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നു. സുരക്ഷാ ഒരുക്കങ്ങൾ ശക്തമാക്കിയതോടെ തിരഞ്ഞെടുപ്പ് നടപടികൾ ക്രമീകരിച്ചപടി പുരോഗമിക്കുന്നു. യുവാക്കൾ വോട്ടെടുപ്പിനായി ആവേശത്തോടെ തയ്യാറെടുക്കുന്നു. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പ് ജില്ലയിലെ ത സ്വരചിഹ്നം ഈര സ്വരചിഹ്നം ഊക്ക ചന്ദ്രക്കല ക സ്വരചിഹ്നം ഊന്നവാത്തില് സ്ഥിതി ചെയ്യുന്ന വേദഗിരീശ്വര ക്ഷേത്രത്തില് പൗർണമി ദിനത്തില് ലക്ഷക്കണക്കിന് ഭക്തര് ദർശനം നടത്തി. സാത്താൻകുളം പോലീസ് കസ്റ്റഡി മരണ കേസിലെ ശിക്ഷ വിധി വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. നാഗർകോവില് മേയർ അപ്രതീക്ഷിതമായി രാജിവെച്ചു. ഈറോഡ് ജില്ലയില് ഒരു സമൂഹം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ തീരുമാനിച്ചു. പുതുക്കോട്ടയില് ജല്ലിക്കെട്ട് പരിപാടികൾക്ക് സർക്കാർ ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കോയമ്പത്തൂരില് പല വർഷങ്ങൾക്ക് ശേഷം ചില പാർട്ടികൾ മത്സരിക്കാത്ത സാഹചര്യം രൂപപ്പെട്ടു. ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നിർമ്മാണ സാമഗ്രികളുടെ വില ഉയർന്നതിനാല് വീട് നിർമ്മാണ ചെലവ് കൂടിയിരിക്കുകയാണ്. ഇവയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ക്യൂബ് ടി വി തുടർന്ന് കാണുക.